വെൽക്കം. താഹ്മാനാണ്. സെൻട്രൽ നർവസ് സിസ്റ്റം ഫാർമക്കോളജി ഓർ ഈവൻ അനാട്ടമി ഫിസിയോളജി. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സോ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ സെൻട്രൽ നർവസ് സിസ്റ്റം ഓർ ഇൻ ദ CNS. ആദ്യം നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് പറയാം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ എൻഡോജീനസ് കെമിക്കൽസ് ആണ്. എൻഡോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്, കെമിക്കൽസ് ആണ്. ആൻഡ് ദീസ് ആർ ആക്ട് ഇൻ ദ ബ്രെയിൻ. ഇവ ചെയ്യുന്നത് എനേബിൾ സിഗ്നലിംഗ് അക്രോസ് എ കെമിക്കൽസിനെ. ഇതൊരു സിനാപ്സ് ആണെങ്കിൽ ഈ സിനാപ്സിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് സംഭവങ്ങളെ കൂട്ടിയണക്കുക, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബൂസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ചെയ്യാം, ഓർ ഇറ്റ് ക്യാൻ ഈവൻ മോഡുലേറ്റ്. സോ ഇതൊക്കെയാണ് ചെയ്യുക. സോ ആക്ഷൻ വേണമെങ്കിൽ കൂട്ടാം, ആക്ഷൻ വേണമെങ്കിൽ നിർത്തിവെപ്പിക്കാം, അല്ലെങ്കിൽ മോഡുലേറ്ററി ആക്ഷൻസ് ആയിരിക്കാം. കുറക്കുന്ന ആക്ഷൻ തന്നെയാണ് മോഡുലേറ്ററി. ഏകദേശം 100-ൽ അധികം, മോർ ദാൻ 100 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. വാട്ട് ആർ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? സോ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫാസ്റ്റ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുക, ഫാസ്റ്റ് ആക്ടിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ. പക്ഷെ ചിലത് സ്ലോ ആയിരിക്കും, വളരെ സ്ലോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഇൻ മില്ലി സെക്കൻഡിലെ കാര്യമാണ് നമ്മൾ പറയാം. ഇത് ഫാസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും ഫാസ്റ്റ് ആണ്. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ എങ്കിലും നമ്മൾ സ്ലോ എന്നായിരിക്കും പറയാം. ചിലത് രണ്ടും ചെയ്യും, ബോത്ത് ഫാസ്റ്റും സ്ലോയും. ഒരേ ന്യൂറോ ട്രാൻസ്മിറ്റർ ക്യാൻ ഡു ബോത്ത്. രണ്ടും രണ്ട് തരം റിസപ്റ്റർ വഴിയായിരിക്കും എന്ന് മാത്രം. സാധാരണ ഫാസ്റ്റ് നടക്കുന്നത് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് വഴിയാണ്. ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് വഴി നടക്കുന്നതാണ് ഫാസ്റ്റസ്റ്റ്. ദെൻ സ്ലോ ആകുമ്പോഴത്തേക്കും അപ്പോൾ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ വഴിയുള്ളതാണ്. ബിക്കോസ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കണം, അല്ലെങ്കിൽ അതിനുശേഷം കാൽഷ്യം ഒക്കെ റിലീസ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് സ്ലോ ആണെങ്കിലും, ബട്ട് ദീസ് ക്യാൻ പ്രൊഡ്യൂസ് ഡൈവേഴ്സ് എഫക്ട്. പലവിധ ആക്ഷൻസ് ഉണ്ടാക്കാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ആൻഡ് ദ ആക്ഷൻ മേ ബി ഡൈവേഴ്സ്. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ആക്ഷൻസ് മിക്കവാറും തീരുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ റിലീസ് ചെയ്താൽ ഇതിന്റെ ആക്ഷൻ തീരെ മിക്കവാറും ഇവിടെ ഒരു എൻസൈംസ് ഉണ്ടായിരിക്കാം. ബൈ എൻസൈമാറ്റിക് ആക്ഷൻ, എൻസൈമാറ്റിക് ഡീഗ്രഡേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ബാക്ക്, തിരിച്ചെടുക്കുന്നത് സം ന്യൂറോണൽ ട്രാൻസ്പോർട്ടേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്സോണൽ അപ്ടേക്ക് എന്നാണ് പറയാം. പലതരം അപ്ടേക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഇപ്പോൾ മോണോ അമീനോ ഓക്സിഡേസ് ഒക്കെ ഇവിടെ വന്നിട്ടായിരിക്കും നശിപ്പിക്കും. സോ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ആക്ഷൻ ടെർമിനേറ്റ് ചെയ്യുക. മിക്കവാറും ഇഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് സ്മോൾ, ചെറിയ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ അത് ഉണ്ടാക്കുക ഇവിടെ ആയിരിക്കും, ഇൻസൈഡ് ദി സിനാപ്റ്റിക് ടെർമിനൽസ്, അല്ലെങ്കിൽ ആക്സോൺ ടെർമിനൽസ്. കറക്റ്റ് ആക്സോൺ ടെർമിനലാണ്. ആക്സോൺ ടെർമിനൽ തന്നെ ആയിരിക്കും അതിന്റെ സിന്തസിസ് ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും നടക്കുക. പെപ്റ്റൈഡ്സ് പോലെയുള്ളവയൊക്കെ ആണെങ്കിൽ സെൽ ബോഡിയിൽ ഉണ്ടാക്കിയിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരികയായിരിക്കും ചെയ്യുക. ദെൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. നമുക്ക് അവയെ ബേസിക് ആയിട്ട് എങ്ങനെ ക്ലാസിഫൈ എന്ന് വെച്ചാൽ, ഒന്ന് അമിനോ ആസിഡ്സ് ആണ്, അമിനോ ആസിഡ്. രണ്ട് നമുക്ക് മോണോ അമീൻസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. മൂന്നാമത്തത് നമുക്ക് ന്യൂറോ പെപ്റ്റൈഡ്സ്. സോ ദീസ് ആർ പെപ്റ്റൈഡ്സ് ആണ്, പ്രോട്ടീൻസ് ആണ്. അമിനോ ആസിഡ്സ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഡിഫറെന്റ് ഇത് ഒറ്റൊരു അമിനോ ആസിഡ് ആയിരിക്കും, ഇത് ഡിഫറെന്റ് അമിനോ ആസിഡ് ചേർന്നതായിരിക്കും. നാലാമത്തത് സം പ്യൂരിൻസ് ക്യാൻ ആക്ട് ആസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അഞ്ചാമത്തത് ലിപ്പിഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ട് ചെയ്യാം. ദെൻ ആറാമത്തത് ഈവൻ സം ഗ്യാസസ് ക്യാൻ ആക്ട് ആസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സോ ഇതെല്ലാമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഞാൻ അവസാനം ഇതിന്റെ കൂടെ സം റെഗുലേറ്ററി പ്രോട്ടീൻസോ റെഗുലേറ്ററി കെമിക്കൽസ് കൂടി പറഞ്ഞേക്കാം. റെഗുലേറ്ററി സബ്സ്റ്റൻസസ്, അത് ന്യൂറോട്രോപ്പിൻസ് ആകാം, ഓർ ന്യൂറോസ്റ്റിറോയിഡ്സ് ആയിരിക്കാം, ന്യൂറോസ്റ്റിറോയിഡ്സ് ഓർ ഈവൻ സൈറ്റോകൈൻ. സോ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് ഇതാണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എങ്കിലും ഇതും കൂടി ഒന്ന് പറഞ്ഞ് നിർത്തിയേ. നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് അമിനോ ആസിഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്. ഒന്ന് ഗാബ ഇൻഹിബിറ്ററി ആണ്, രണ്ടാമത്തത് ഗ്ലൂട്ടമേറ്റ് എക്സൈറ്റേറ്ററി. നമുക്ക് ആദ്യം ഗാബയെ പറ്റി സംസാരിക്കാം. ഗാബ എന്ന് പറഞ്ഞാൽ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ആണ്. ഇത് ഉണ്ടാവുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആദ്യം ഉണ്ടാകും, അതിൽ നിന്ന് ഗ്ലൂട്ടമേറ്റ് ഉണ്ടായിട്ട് പിന്നീടാണ് ഗാബയോ. സോ ഗ്ലൂട്ടമേറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുണ്ടാവാനായിട്ട് ഗാബ ട്രാൻസമിനേസ് വേണം. നശിപ്പിക്കുന്നതും ഗാബ ട്രാൻസമിനേസ് ആണ്. സോ നിർമ്മാണത്തിനും ഗാബ ട്രാൻസമിനേസ് വേണം, നശിപ്പിക്കാനും ട്രാൻസാമിനേസ്, രണ്ടിനും ഗാബ ട്രാൻസാമിനേസ് വേണം. മിക്കവാറും സക്സിനിക് സെമി ആൽഡിഹൈഡ് ഒക്കെ ആയിട്ട് മാറിയിട്ടായിരിക്കും ഇത് നശിക്കുക. ഇനി ഗാബ റീഅപ്ടേക്ക് വഴിയും തിരിച്ചെടുക്കാം. ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാബ ക്യാൻ ഓൾസോ ബി ടേക്കൺ ബാക്ക്, തിരിച്ച് എടുക്കാം. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും എടുക്കുക, ചിലപ്പോൾ സം ന്യൂറോൺ അല്ലാത്ത ന്യൂറാഗ്ലിയൽ സെൽസിലേക്കും ഗാബ
ഗാബയെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ദെൻ ഗാബ പ്രവർത്തിക്കുന്ന 2 തരം റിസപ്റ്ററിലാണ്. ഒന്ന് ഗാബ എ ആണ്. ഗാബ എ എന്ന് വെച്ചാൽ അയോൺ ചാനൽ അല്ലെങ്കിൽ ക്ലോറൈഡ് ചാനൽ ലിങ്ക്ഡ് റിസപ്റ്റർ ആണ് ഗാബ എ. സോ ഇൻഹിബിറ്ററി ആണ്. ഗാബ എ ഈസ് ഇൻഹിബിറ്ററി. ബെൻസോഡൈസപിൻ, ബാർബിറ്റുറേറ്റ്സ് ഒക്കെ എവിടെയാണ് വർക്ക് ചെയ്യുക. രണ്ടാമത്തത് ഗാബ ബി ആണ്. ഗാബ ബി റിസപ്റ്റർ. ഗാബ ബി റിസപ്റ്റർ ഇസ് എ GPCR ആണ്. ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ ആണ്. ഇതും ഇൻഹിബിറ്ററി ആണ്. സോ ഗാബ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇൻഹിബിറ്ററി ആണ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഞാൻ പറയുന്നത് ഗ്ലൂട്ടമേറ്റ് ആണ്. ഗ്ലൂട്ടമേറ്റ് ആൻഡ് അസ്പാർട്ടേറ്റ് കൂടി എഴുതിയേക്കാം. അസ്പാർട്ടേറ്റ്, പക്ഷെ ഗ്ലൂട്ടമേറ്റ് ആണ് ഏറ്റവും കൂടുതലുള്ള. അസ്പാർട്ടേറ്റ് ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടമേറ്റ് ആണ്. ഗ്ലൂട്ടമേറ്റ് ഈസ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടമേറ്റ് ആണ്. ഇതിനും ഇതേപോലെ തന്നെ ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ് വഴി പ്രവർത്തിക്കാം. ഓൾസോ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ വഴിയും പ്രവർത്തിക്കാം. ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ് വഴി പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട റിസപ്റ്റർ. വൺ ഈസ് NMDA ആണ്. രണ്ടാമത്തത് ആംപാർ റിസപ്റ്റേഴ്സ് ആണ്. മൂന്നാമത്തത് കൈനേറ്റ് റിസപ്റ്റേഴ്സ് ആണ്. ഇതിനൊക്കെ സബ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ദെൻ GPCR വഴി പ്രവർത്തിക്കുന്നത് മെറ്റബോട്രോപിക് ഗ്ലൂട്ടമേറ്റ് റിസപ്റ്റേഴ്സ്, GLU-R എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് ആണ്. ആൻഡ് ഇവയ്ക്ക് ആക്ടിവേഷനും ഉണ്ട്, ഇൻഹിബിറ്ററി ആക്ഷൻസ് ഉണ്ട്. സോ രണ്ടും ഉണ്ട്. ആക്ടിവേഷൻ ഓർ സ്റ്റിമുലേഷനും ഉണ്ട്, സം ഇൻഹിബിറ്ററി ആക്ഷൻ കൂടി ഇവയ്ക്ക്. പക്ഷെ അത്ര പ്രധാനമല്ല. നമ്മൾ പ്രധാനമായിട്ടും ഇതിനെ എക്സൈറ്റേറ്ററി എന്നാണ് പറയുക. ഗാബയെ നമ്മൾ ഇൻഹിബിറ്ററി എന്നാണ് നമ്മൾ സാധാരണ പറയുക. ഇനി അടുത്തത് മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ഗ്ലൈസീൻ ആണ്. ഗ്ലൈസീൻ ഒരു ചെറിയ ഏറ്റവും സ്മോളസ്റ്റ് അമിനോ ആസിഡ് ആണ്. ഗ്ലൈസീൻ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് സ്പൈനൽ കോഡിലാണ്. ദെൻ ബ്രെയിൻ സ്റ്റെമ്മിലും സ്പൈനൽ കോഡിലൊക്കെയാണ്. കോർട്ടക്സിലൊന്നും അല്ല കൂടുതൽ. സോ ഇവിടെ എല്ലാം ഇൻഹിബിറ്ററി ആണ് കൂടുതൽ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗ്ലൈസീനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻഹിബിറ്ററി എന്ന് തന്നെയാണ് പറയുക. പക്ഷേ NMDA റിസപ്റ്ററിൽ ഇപ്പോൾ ഇത് NMDA റിസപ്റ്റർ ആണെങ്കിൽ അതിന് 4 സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ 2 സൈറ്റിൽ ആര് ബൈൻഡ് ചെയ്യണം? ഗ്ലൂട്ടമേറ്റ് ബൈൻഡ് ചെയ്യണമെങ്കിൽ 2 സൈറ്റിൽ ഗാബ കൂടി ബൈൻഡ് ചെയ്താലേ കാര്യങ്ങൾ നടക്കൂ. ഓക്കെ, സോ ഗാബ ഈസ് എ കോ-അഗോണിസ്റ്റ് ആണ്. അവിടെ കോ-അഗോണിസ്റ്റ് ആണ് എന്നും ഓർത്തിരിക്കുക. ദെൻ ദർ ആർ സം certain specific ionotropic glycine receptor ചാനലും കണ്ടെത്തിയിട്ടുണ്ട്. ഗ്ലൈസീന്റെ ആനോട്രോപിക് റിസപ്റ്റർ ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽ റിസപ്റ്റർ കൂടി ഗ്ലൈസീനും കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഗ്ലൈസിൻ ഈസ് ഇൻഹിബിറ്ററി. നാലാമത്തെ നമുക്ക് പറയാനുള്ളത് അസറ്റൈൽ കൊളീൻ ആണ്. അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്ന അസറ്റൈൽ കൊളീൻ നമ്മൾ ഫേമസ് ആണ്. നമുക്ക് അസറ്റൈൽ കൊളീൻ ഏറ്റവും പ്രധാനമായിട്ട് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഓട്ടോണമിക് ആൻഡ് ഗാംഗ്ലിയ, ദെൻ സ്കെലിറ്റൽ മസിൽ, ഇവിടെയൊക്കെയാണ് അസറ്റൈൽ കൊളീനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും അസറ്റൈൽ കൊളീൻ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ആക്ട് ത്രൂ ബോത്ത്. 2 രീതിയിലും പ്രവർത്തിക്കാം. പ്രധാനമായിട്ട് ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ് വഴി പ്രവർത്തിക്കാം. ഫേമസ് റിസപ്റ്റർ ഈസ് നിക്കോട്ടിനിക് റിസപ്റ്റർ ആണ്. നിക്കോട്ടിനിക്. ദെൻ ഇറ്റ് ക്യാൻ ആക്ട് ത്രൂ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ വഴിയും പ്രവർത്തിക്കാം. ഫേമസ് റിസപ്റ്റേഴ്സ് ആർ മെസ്കാരിനിക് റിസപ്റ്റേഴ്സ് ആണ്. CNSൽ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് ഇന്റർന്യൂറോൺസുകളിലാണ്. 2 ന്യൂറോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്റർന്യൂറോൺസിലാണ് അസറ്റൈൽ കൊളീൻ ഒരു മേജർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസീസ് അൽഷീമേഴ്സ് ഡിസീസിലാണ് നമ്മൾ അസറ്റൈൽ കൊളീൻ വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ, റിവാസ്റ്റിക്മിൻ പോലെയുള്ള മരുന്നുകൾ, ഗാലന്റമിൻ പോലെയുള്ള മരുന്നുകൾ ഒക്കെ നമ്മൾ പഠിക്കുക. ദെൻ മെസ്കാരിനിക്കിൽ തന്നെ M1, M3, M5 ഇത് എക്സൈറ്റേറ്ററി ആണ്. സോ ദീസ് ആർ എക്സൈറ്റേറ്ററി ആണ്. പക്ഷെ M2ഉം M4ഉം ദീസ് ആർ ഇൻഹിബിറ്ററി. ഇപ്പോൾ M2 ഇസ് ഇൻ ദ ഹാർട്ട് ആണ് നമുക്കറിയാം, ഇൻഹിബിറ്ററി ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മേജർ ഗ്രൂപ്പിലേക്ക് വരാം. രണ്ടാമത്തെ മേജർ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് മോണോ അമീൻസ് എന്ന് പറയുന്ന വിഭാഗമാണ്. മോണോ അമീൻസ് എന്ന് വെച്ചാൽ ഒരു അമിനോ ഗ്രൂപ്പ്. ഇപ്പോൾ ഇത് ഒരു അരോമാറ്റിക് റിംഗ് ആണെന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു അമീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? മോണോ അമീൻസ് എന്ന് വിളിക്കാം. ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ ഉള്ള മോണോ അമീൻ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ഡോപ്പമിൻ എന്നാണ്. ഡോപ്പമിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ ഡോപ്പമിന്റെ എല്ലാ റിസപ്റ്റേഴ്സും ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ് വഴി പ്രവർത്തിക്കുന്നതാണ്. D1 തരമുണ്ട്, ദെൻ D2 ടൈപ്പ് ഉണ്ട്. D1 അഡിനൈലൈഡ് സൈക്ലേസിന്റെ ആക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് ആൻഡ് D2 ഈസ് ഇൻഹിബിറ്ററി. ഡോപ്പമിൻ ഏറ്റവും ഫേമസ് എവിടെയൊക്കെയാണ്? ഷൈസോഫ്രീനിയ ഓർ സൈക്കോസിസിൽ ഫേമസ് ആണ്. പാർക്കിൻസൺസ് ഡിസീസ്. സോ ഈ 2 ഡിസീസിലാണ് ഡോപ്പമിൻ ഏറ്റവും ഫേമസ്, ഏറ്റവും പ്രധാനം. കീ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് ഡോപ്പമിൻ ആണ്. ഇൻഹിബിറ്ററി ആയിട്ട് നമുക്ക് പറയാം ബിക്കോസ് ഇറ്റ് ഹാസ് മോർ ഇൻഹിബിറ്ററി ആക്ഷൻ.
ആക്ഷൻസ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ മോഡുലേറ്ററി ആണ്. മോഡുലേറ്ററി ആക്ഷൻസും ബ്രെയിനിൽ ഉണ്ട്. ഉദാഹരണം പാർക്കിൻസോണിസത്തിൽ തന്നെ നമുക്കറിയാം ബേസൽ ഗാംഗ്ലിയയിൽ ഗ്ലൂട്ടമേറ്റിന്റെയും ഗ്ലൈസിൻ ഗാബയുടെയും ആക്ഷൻ മോഡുലേറ്റ് ചെയ്യില്ല. ദെൻ ബ്രെയിനിലെ ഡോപ്പമിൻ പാത്വേസ് ജസ്റ്റ് എന്ന് പറഞ്ഞേക്കാം. ഒന്ന് നൈഗ്രോ ട്രയറ്റൽ പാത്വേ ആണ്, മിഡ് ബ്രെയിൻ മുതൽ സ്ട്രയാറ്റം വരെയുള്ള പാത്വേ ആണ്. ദെൻ മീസോകോർട്ടിക് പാത്വേ ഉണ്ട്, ദെൻ മീസോലിംബിക് പാത്വേ ഉണ്ട്. ദെൻ ട്യൂബറോ ഇൻഫെൻഡിബുലാർ പാത്വേ എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറിയിലേക്കുള്ള പാത്വേ. ദെൻ റിവാർഡ് സെന്റർ, ബ്രെയിനിലെ റിവാർഡ് സെന്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന് പറയുന്ന സെന്റർ ആണ്. അവിടെയൊക്കെ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ആഹ്ലാദം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ് ഇപ്പം അതിന് പറയാം, ആഹ്ലാദം എന്നല്ല പറയാം. സോ ഇങ്ങനെയൊക്കെയുള്ള ആക്ഷൻസ് ഉണ്ടാകുക, ഓർത്തു വെക്കുന്ന ആക്ഷൻസ് ഒക്കെ ഉണ്ടാകുക ഡോപ്പമിൻ മൂലമാണ്. ഇനി ഡോപ്പമിൻ ഉണ്ടാവുന്നത് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയയിൽ നിന്ന് സബ്സ്റ്റാൻഷ്യ നൈഗ്രയിൽ നിന്നുമാണ്, രണ്ട് മിഡ് ബ്രെയിനിലാണ്. ഇനി രണ്ടാമത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ, രണ്ടായാലും സെയിം ആണ്, നോർ അഡ്രിനാലിനാണ്. ഇതിന്റെ റിസപ്റ്റേഴ്സ് ഒന്ന് ആൽഫ ഒന്ന് ബീറ്റ ആണ്. ഒരുപാട് സബ് ടൈപ്സ് ഉണ്ട്. ബീറ്റ എല്ലാം GS എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റിമുലേറ്ററി ആണ്, എല്ലാം G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ GPCR വഴി ആക്ട് ചെയ്യുന്നതാണ്. ബീറ്റ എല്ലാം സ്റ്റിമുലേറ്ററി ആണ് നമുക്കറിയാം. ആൽഫ 1 സ്റ്റിമുലേറ്ററി ആണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ടിങ് ത്രൂ GQ പാത്വേ ആണ്, PLC പാത്വേ. ദെൻ ആൽഫ 2 പക്ഷെ അങ്ങനെയല്ല, GI ആണ്. സോ ദിസ് ഈസ് ഇൻഹിബിറ്ററി ആണ്. പലയിടത്തും ഇത് ഓട്ടോ റിസപ്റ്റേഴ്സ് ആണ്, എസ്പെഷ്യലി ഇൻ ദ സെൻട്രൽ നർവസ്. ആൻഡ് നോറഡ്രിനാലിൻ ഏറ്റവും കൂടുതൽ ബ്രെയിനിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ റിലീസ് ചെയ്യുന്നത് ഒന്ന് ഹൈപ്പോതലാമസിലാണ്. ഹൈപ്പോതലാമസിൽ ധാരാളമുണ്ട്. ദെൻ നോറഡ്രിനർജിക് ന്യൂറോൺസ് അധികവും ഉണ്ടാകുന്നത് ലോക്കസ് സെറുലിയസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുക. ദെൻ ഡോപ്പമിനായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഡിപ്രഷൻ ഡോപ്പമിനായിട്ട് റിലേറ്റഡ് ആണ്, മാനിയ ഡോപ്പമിനായിട്ട് റിലേറ്റഡ് ആണ്. ദെൻ പെയിൻ, വേദനയിലും ഡോപ്പമിന് ഒരുപാട് റോളുകൾ ഉണ്ട് നമുക്കറിയാം. ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൽ കാർഡിയോ വാസ്കുലാർ ആക്ഷൻസ് ആണ്, ബ്ലഡ് പ്രഷർ, ഹൃദയത്തിന്റെ ആക്ഷൻ അവിടെയൊക്കെയാണ് കൂടുതൽ. ദെൻ CNS എക്സൈറ്റേറ്ററി ആണ് എന്ന് നമുക്ക് പറയാം, ഏകദേശം നമുക്ക് പറയാം. ദെൻ നോറഡ്രിനാലിൻ പറഞ്ഞപ്പോൾ അഡ്രിനാലിൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ അഡ്രിനാലിൻ നമുക്കറിയാം അത് കിഡ്നിയിൽ നിന്ന് ഉണ്ടായി ബ്രെയിനിൽ ബ്ലഡ് വെസൽ വഴി എത്തുന്നതാണ്. സോ കാര്യമായിട്ടുള്ള ആക്ഷൻ അവിടെ ഇല്ല. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിൻ എന്ന് പറയുന്നതും ഒരു മോണോ അമീൻ ആണ്. സോ ഇത് കൂടുതലുള്ളത് വെൻട്രൽ പോസ്റ്റീരിയർ ഹൈപ്പോതലാമസിൽ ധാരാളമായിട്ട് ഹിസ്റ്റമിൻ ഉണ്ട്. ഹിസ്റ്റമിൻ നമ്മളെ ഉണർന്നിരിക്കാൻ സഹായിക്കുന്ന സാധനമാണ്, ഉണർന്നിരിക്കുക, ഉറക്കം ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആന്റി ഹിസ്റ്റമിൻ കഴിക്കുമ്പോൾ ഉറങ്ങിപ്പോകും. സോ ഹിസ്റ്റമിന്റെ പ്രധാനപ്പെട്ട റിസപ്റ്റർ ബ്രെയിനിലുള്ളത് H1 റിസപ്റ്റർ ആണ്, ബ്രെയിനിൽ ഏറ്റവും കൂടുതലുള്ളത് എക്സൈറ്റേറ്ററി ആണ്. ദെൻ H3 റിസപ്റ്റർ ഉണ്ട്. H3 റിസപ്റ്റർ അത് ഓട്ടോ റിസപ്റ്റേഴ്സ് ആണ്. H3 റിസപ്റ്ററിൽ പാക്ക് ചെയ്യുന്ന ഒരു ഡ്രഗ് പിറ്റോലിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന നാർക്കോലെപ്സിക്കൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. സോ H1 നമുക്കറിയാം ആന്റി ഹിസ്റ്റമിൻ, ഉറക്കം ഉണ്ടാക്കും. സോ എല്ലാം തന്നെ G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ബ്രെയിനിലുള്ള മോണോ അമീൻ എന്ന് പറയുന്നത് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ഓർ വേറെ പേര് സീറോട്ടോണിൻ എന്നതാണ്, സീറോട്ടോണിൻ ഓർ 5HT. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് മൂഡിലാണ്, ആങ്സൈറ്റി, ഫോബിയ. സോ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. സോ ആന്റി ഡിപ്രസൻസ് എല്ലാം തന്നെ 5HT അല്ലെങ്കിൽ റിയപ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്ന മരുന്നാണ്. സോ CNS പ്രധാനം ഇതാണ്. മറ്റ് പ്രധാനപ്പെട്ട ആക്ഷൻ ഉള്ളത് GIT-ലാണ്. GIT-ൽ ഛർദിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓണ്ടാൻസെട്രോൺ പോലെയുള്ള മരുന്നുകളൊക്കെ ഓർക്കുക. ഇതിൽ 5HT3 റിസപ്റ്റർ മാത്രമാണ് ലിഗൻ ഗേറ്റഡ് അയൺ ചാനൽ. ബാക്കി ഓൾ 5HT റിസപ്റ്റേഴ്സ് ആർ G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. ദെൻ ഇപ്പോൾ ഉദാഹരണം ഹാലൂസിനോജനിക് ഡ്രഗ് LSD എന്നൊക്കെ പറയുന്ന ഹാലൂസിനോജനിക് ഡ്രഗ് ഒക്കെ ആക്ട് ചെയ്യുക എവിടെയാണെന്ന് ചോദിച്ചാൽ 5HT2A റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുക. 5HT2A റിസപ്റ്റർ. സോ ഇറ്റ്സ് ആൻ എക്സൈറ്റേറ്ററി ആണ്. 5HT1A ഈസ് ഇൻഹിബിറ്ററി ആണ്. 5HT1A ഇൻഹിബിറ്ററി. ദെൻ CTZ സോണിൽ ഇറ്റ് ഈസ് സ്റ്റിമുലേറ്ററി ആണ്. സോ എങ്കിലും ഇൻഹിബിറ്ററി എന്നാണ് നമുക്ക് കൂടുതൽ പറയാവുന്നത്. പക്ഷേ ഇറ്റ് ഈസ് മോഡുലേറ്ററി ആണ്. സ്റ്റിമുലേറ്ററി ആക്ഷനും ഉണ്ട്, ഇൻഹിബിറ്ററി ആക്ഷനും ഉണ്ട്. വേറെ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത്, ഇൻഹിബിഷൻ ഓഫ് ഇൻഹിബിറ്ററി സെന്റേഴ്സ് വരുമ്പോഴത്തേക്കും അത് സ്റ്റിമുലേഷനിലായിരിക്കും അവസാനിക്കുക എന്ന് കൂടി ഓർക്കുക. പക്ഷേ ജനറലി ആക്ഷൻ പറയുമ്പോൾ ഇൻഹിബിറ്ററി എന്ന് ഞാൻ പറയുന്നുള്ളൂ. ദെൻ ഇനിയുള്ള അമീൻസ് എന്ന് പറഞ്ഞാൽ ട്രേസ് അമീൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൂടി നമുക്ക് അമീൻസിൽ പറയാം. ട്രേസ്
ട്രേസ് അമീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂറോ മോഡുലേറ്റേഴ്സ് ആണ്. സോ ന്യൂറോ മോഡുലേറ്റേഴ്സ് ആണ്. ഇറ്റ് സെൽഫ് ഡസൻ കോസ് സ്റ്റിമുലേഷൻ ഓർ ഇൻഹിബിഷൻ. ഇപ്പോൾ ടൈറമിൻ ഒരു ട്രേസ് അമീൻ ആയിട്ട് പറയുന്നുണ്ട്. ട്രിപ്റ്റമിൻ ഈസ് അനദർ ട്രേസ് അമീൻ ആണ്. ഒക്ടോപമിൻ എന്ന് പറയുന്ന ട്രേസ് അമീൻ ആണ്. ഫിനൈൽ എത്തനോളമിൻ എന്ന് പറയുന്ന ട്രേസ് അമീൻ ആണ്. വേറെയുണ്ട് അഡീഷണൽ, ഞാൻ 2-3 എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രം. സോ ഇതൊക്കെയാണ് അമീൻസ്. മൂന്നാമത്തെ മേജർ ഗ്രൂപ്പ് ആർ ന്യൂറോ പെപ്റ്റൈഡ്സ് ആണ്. ന്യൂറോ പെപ്റ്റൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അമിനോ ആസിഡ് ഇങ്ങനെ ചേർത്ത് ഒരു പ്രോട്ടീൻ പോലെ ഉണ്ടാക്കും. സോ പ്രോട്ടീൻ ആവാനായിട്ടുള്ള അത്ര നീളം ഉണ്ടാവില്ല. സോ പെപ്റ്റൈഡ്സ് ആണ്. സോ മിക്കവാറും എല്ലാം തന്നെ മോഡുലേറ്ററി ആണ് എന്ന് മനസ്സിലാക്കുക. ദേ ആർ നെയ്തർ നോട്ട് സ്റ്റിമുലന്റ് ഓർ ഡിപ്രസന്റ്. ഓക്കെ, ഡയറക്റ്റ് സ്റ്റിമുലന്റോ ഡിപ്രസന്റോ അല്ല. പ്രധാനമായിട്ടും സോഷ്യൽ ബിഹേവിയർ, ലേണിംഗ് ഓർ മെമ്മറി, ഇവയിലൊക്കെയാണ് ഈ ന്യൂറോ പെപ്റ്റൈഡ്സിന് പ്രധാനപ്പെട്ട സ്ഥാനം ഉള്ളത്. ഇത് ഒരുപാടുണ്ട്, ന്യൂറോ പെപ്റ്റൈഡ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. വൺ ഈസ് കാൽസിറ്റോണിൻ ഫാമിലിയിൽ വരുന്ന, കാൽസിറ്റോണിൻ തന്നെ ഒരു ന്യൂറോ പെപ്റ്റൈഡ് ആണ്. ദെൻ കാൽസിറ്റോണിൻ ജീൻ റിലേറ്റഡ് പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ദെൻ നമ്മുടെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് സോഷ്യലൈസിങ് ഹോർമോൺ. ദെൻ വാസോപ്രസിൻ ADH എന്ന് പറയുന്നത്, ഇതെല്ലാം ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്നതാണ്. ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന റിലീസിങ് ഹോർമോൺസ് ഉണ്ട്, റിലീസ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ഉണ്ട്. അവയെല്ലാം തന്നെ ന്യൂറോ പെപ്റ്റൈഡ്സ് ആണ്. ദെൻ ന്യൂറോ പെപ്റ്റൈഡ് Y ഫാമിലിയിൽ വരുന്ന ന്യൂറോ പെപ്റ്റൈഡ് ഉണ്ട്. ദെൻ വേറെ ഫേമസ് ഓപ്പിയോയിഡ്സ് ആണ്. ഓപ്പിയോയിഡ് പെപ്റ്റൈഡ്സ് എന്ന് പറയുന്ന ഉദാഹരണം എൻകെഫാലിൻ. ദെൻ എൻഡോർഫിൻ, പിന്നെ പറഞ്ഞുള്ളത് ഡൈനോർഫിൻ പോലെയുള്ള. ഇനിയുണ്ട്, മനുഷ്യരിലുള്ള കാര്യമാണ് പറയുന്നത്. സോ ഇതെല്ലാം ഇത് ഇൻഹിബിറ്ററി ആണ്. പ്രധാനമായിട്ടും ഇൻഹിബിറ്ററി GI/G0 ആണ്. G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ് വഴി പ്രവർത്തിക്കുന്നതാണ്. ദെൻ ന്യൂറോകൈനിൻസ് ഉണ്ട്. ന്യൂറോകൈനിൻസ് തന്നെ Aയും Bയും ഒക്കെ ഉണ്ട് കേട്ടോ. ദെൻ സബ്സ്റ്റൻസ് P സ്ലോ ആക്ടിങ് ആയിട്ടുള്ള സംഭവമാണ്. ദെൻ വാസോ ഇൻഡസ്റ്റൈനൽ പെപ്റ്റൈഡ് ആൻഡ് ഗ്ലൂക്കഗോൺ ഫാമിലിയിൽ വരുന്നത് GLP-1 ഒക്കെ ഉണ്ട്. ദെൻ PACAP എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ദെൻ വീണ്ടും ഒരുപാട് പ്രോട്ടീനുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബോംബെസിൻ ഈസ് അനദർ വൺ. ബോംബെസിൻ എന്ന് പറയുന്നത്. ബ്രാഡികൈനിൻ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. കോളിസിസ്റ്റോകൈനിൻ കേട്ടിട്ടുണ്ടാകും. മെലാറ്റോണിൻ കോൺസെൻട്രേറ്റിംഗ് ഹോർമോൺ MCH നമ്മൾ കേട്ടിട്ടുണ്ട്. ന്യൂറോടെൻസിൻസ് കേട്ടിട്ടുണ്ട്. ഗ്രോത്ത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കേട്ടിട്ടുള്ളത്? ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ എക്സൈറ്റേറ്ററി ആയിട്ടുള്ള ഒരെണ്ണം ഒറക്സിൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലൊക്കെ കേൾക്കും. ദെൻ ഓർഫിൻസ് ഉണ്ട്. ഓർഫിനാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇതെല്ലാം ന്യൂറോ പെപ്റ്റൈഡ്സുകളാണ്. ബ്രെയിനിൽ ഒരുപാട് ഡൈവേഴ്സ് ആക്ഷൻ ഉള്ള ന്യൂറോ മോഡുലേറ്ററി ന്യൂറോ പെപ്റ്റൈഡ്സ് ആണ്. അടുത്ത ഗ്രൂപ്പ് നമുക്ക് പറയാനുള്ളത് പ്യൂരിൻസ് ആണ്. പ്യൂരിൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ATP ഓടിയെത്തണം. ATP ഉണ്ട്, അഡിനോസിൻ പോലെയുള്ള. സോ ഇവയ്ക്കൊക്കെ ലേണിംഗ്, ലൊക്കോമോഷൻ, മെമ്മറി, ഇതിനകത്തൊക്കെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അതിൽ തന്നെ അവരുടെ റിസപ്റ്റർ വൺ ഈസ് P2Y എന്ന് പറയുന്ന G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ വഴി പ്രവർത്തിക്കുന്നതാണ്. ദെൻ P2X പ്രവർത്തിക്കുന്നത് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ വഴി പ്രവർത്തിക്കുന്നതാണ്. സോ ഇറ്റ്സ് എ ട്രൈമറിക് റിസപ്റ്റർ ആണ് നമ്മൾ ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ പഠിച്ചു. ദെൻ ലിപ്പിഡ്സ് ആർ ദർ. ലിപ്പിഡ് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ ന്യൂറോ മോഡുലേറ്ററി ആണ്. ഡയറക്റ്റ് എഫക്റ്റ് അല്ല, മോഡുലേറ്ററി എഫക്റ്റ് ആണ്. ഏറ്റവും ഫേമസ് പറയുകയാണെങ്കിൽ കനാബിനോയിഡ്സ് ആക്ട് ചെയ്യുന്ന ഏതൊക്കെയായിരുന്നു? CB1 റിസപ്റ്റർ, CB2 റിസപ്റ്റർ വഴിയൊക്കെയാണ്. സോ ദിസ് ഈസ് ഇൻഹിബിറ്ററി ആണ്. ഓൾ ആർ G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ദെൻ വേറൊരെണ്ണം പറയാനാണെങ്കിൽ കനാബിനോയിഡ്സ് അല്ലാതെ അരാക്കിഡോണിക് ആസിഡ് നമുക്ക് പറയാം. ഓക്കെ. ദെൻ ഈവൻ ഗ്യാസസ് നമുക്ക് ഓൾറെഡി അറിയാം. ഏതാണ് ഫേമസ്? നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് വാസോഡയലേറ്ററി ഒക്കെ നമുക്കറിയാം. ദെൻ കാർബൺ മോണോക്സൈഡ് ഈസ് അനദർ വൺ. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കഴിഞ്ഞു. ഇനി ഞാൻ ന്യൂറോ റെഗുലേറ്ററി സബ്സ്റ്റൻസസ് കൂടി പറഞ്ഞേക്കാം എന്ന് പറയുന്നു. ഇതെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ന്യൂറോ റെഗുലേറ്ററി സബ്സ്റ്റൻസ് ആണ്. ഒന്ന് ന്യൂറോട്രോപ്പിൻസ്, ഉദാഹരണം നെർവ് ഗ്രോത്ത് ഫാക്ടർ, ബ്രെയിൻ ഡിറൈവ്ഡ് നെർവ് ഗ്രോത്ത് ഫാക്ടർ. ഇവിടെ ഗ്രോത്ത് ഇല്ല, BDNF എന്നാണ് നമ്മൾ എഴുതുക. ദെൻ NT3, 4, 5 പോലെയുള്ളത്. ദെൻ ന്യൂറോസ്റ്റിറോയിഡ്സ് ഉണ്ട്. ന്യൂറോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നതും ദീസ് റെഗുലേറ്ററി സബ്സ്റ്റൻസ് ആണ്. ന്യൂറോസ്റ്റിറോയിഡ്സ് ഏറ്റവും ഫേമസ് അല്ലോപ്രഗ്നാനിലോൺ ഉണ്ട്. ദെൻ ആൻഡ്രോസ്റ്റീൻ
ന്യൂറോസ്റ്റീൻ ഡയോൾ എന്ന് പറയുന്നത്. ദെൻ ഇതെല്ലാം ഗാബ അല്ലെങ്കിൽ NMDA അല്ലെങ്കിൽ AMPA അല്ലെങ്കിൽ കൈനേറ്റ്, ഇവയൊക്കെ ഈ റിസപ്റ്ററിന്റെ ഒക്കെ ആക്ഷൻ മോഡുലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ന്യൂറോസ്റ്റിറോയിഡ്സ് എന്ന് പറയും. ദെൻ ഇനിയുള്ളത് സൈറ്റോകൈൻസ് ആണ്. സൈറ്റോകൈൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദീസ് ആർ വാട്ട്, പ്രോട്ടീൻസ് ആണ്. ബേസിക്കലി ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള പ്രോട്ടീൻ ആണ്. നമ്മൾ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിലൊക്കെ പഠിക്കുന്ന സംഭവങ്ങളാണ്. ഇന്റർലൂക്കിൻ 1 ബീറ്റ, ഇന്റർലൂക്കിൻ 6 ഫേമസ് ആണല്ലോ, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ നമുക്ക് എഴുതാം, ഇന്റർഫെറോൺ ഗാമ ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഇതെല്ലാം ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരിയായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ഇവയൊക്കെ ആദ്യമേ ശരിയായിട്ട് ഫംഗ്ഷൻ ചെയ്യണം. മെമ്മറി ഡെഫിഷ്യറ്റ്, ബിഹേവിയർ അബ്നോർമാലിറ്റീസ് എല്ലാം ഈ സൈറ്റോകൈൻസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ മൂലം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. സോ നമ്മളപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് പറഞ്ഞത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ പറഞ്ഞാലും ഇപ്പോൾ ഏകദേശം ഇതൊക്കെയാണ്. കുറച്ച് ചെറുതായിട്ട് റോളൊക്കെ ഒന്ന് മാറ്റി പറയേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. സോ വാട്ട് വി സ്പോക്ക് ഈസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ CNS ആണെങ്കിലും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.